അഭിനയം അറിയോ അറിയില്ല എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. ഇപ്പം നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണല്ലോ. അതെ, എല്ലാ മനുഷ്യരും ഇപ്പം 95% ആൾക്കാർക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. അവരുടെയൊക്കെ വിചാരം നമുക്ക് സിനിമ അഭിനയിക്കാൻ അറിയാം. അത് തന്നെയായിരുന്നു എൻ്റെ വിചാരം. ഭരതനാട്യത്തിൻ്റെ ഓസ്ലറിൻ്റെ സമയത്താണ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് തൃശ്ശൂർ വന്നിട്ട് കൃഷ്ണദാസ് എന്നോട് കഥ പറയണത്. 20 മിനിറ്റ്സിൽ കഥ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് കേൾക്കാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കേട്ടു. ഇത് കഴിഞ്ഞ ജൂലൈയിലെ കാര്യമാണ്. എനിക്കൊന്ന് 2018-19 കാലഘട്ടത്തിൽ വെൻ ഐ ഡിഡ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ സമയത്താണ് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പേടിയില്ലാണ്ടൊക്കെ ഞാൻ അഭിനയിച്ചത്. ഈ ഷോട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടിയിൽ പോവുകയാണ്. മിഥുനെ അപ്പോൾ പാക്കപ്പായി. മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഗംഭീരമായിട്ടുണ്ട് ചേട്ടാ. ഞാൻ വിചാരിച്ചതിനേക്കാളും മേളിൽ ചേട്ടൻ്റെ അപ്പിയറൻസും ആറ്റിറ്റ്യൂഡും വന്നിട്ടുണ്ട്. അപ്പം അറക്കലപ്പനും അതായിരുന്നു വേണ്ടത്. ആ ആറ്റിറ്റ്യൂഡ് ആദ്യം. പിന്നെയാണല്ലോ ഇയാള് പുസ്സായി പോകുന്നത്. പ്രകാശൻ പറക്കെട്ടിൽ ധ്യാനാണ് ഈ റൈറ്റർ. ധ്യാൻ ഈ സീൻ ഇങ്ങനെ വായിച്ചു തരും. ഓക്കെ, അപ്പൊ ഞാൻ ധ്യാനെ ഇങ്ങനെ ശ്രദ്ധിക്കും. ഇത് കൊള്ളാലോ. അപ്പൊ ധ്യാനം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ധ്യാനിനത് ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കും. പക്ഷെ ധ്യാനിനെ ഞാൻ കോപ്പി ചെയ്യണമെങ്കിൽ റിപ്പീറ്റേഷൻ ആവും. ചിരിക്കുന്നതിന് നമുക്ക് ചിരിക്കുന്നതിനല്ലെങ്കിൽ കരയുന്നതിനൊക്കെ നമുക്ക് 2-3 ടൈപ്പ് ചെയ്യാം. ഒന്ന് വളരെ ചെറിയ രീതിയിൽ ചെയ്യാം, സ്മൈലി കാണാം. ഇത് പിന്നെ പല്ല് കാണിച്ചിട്ട് ഇരിക്കാം, പിന്നെ എന്നുകൊണ്ടിരിക്കാം അല്ലേ. കരച്ചിലും അതേപോലെ തന്നെ. ഇതിൽ കൂടുതൽ നമുക്ക് ചിരിക്ക് വേരിയേഷൻസ് ഒന്നും ഒരു മുഖത്തൊന്നും വരില്ലല്ലോ. സൈജു കുറുപ്പാണ് ക്യൂ സ്റ്റുഡിയോയിൽ. സ്വാഗതം. താങ്ക് യു. ഒരു കൗതുകരമായിട്ടുള്ളൊരു സമ്മാനത പറയാം. ഇപ്പോൾ 2005 സൈജു കുറുപ്പ് എന്ന ആക്ടർ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന അഭിനയ ജീവിതം 20ാം വർഷത്തിലാണ്. ഇതാണ് സമാന സമയത്താണ് ഞാൻ എൻ്റെ ജേർണലിസ്റ്റിംഗ് കരിയർ തുടങ്ങുന്നത്. 2005 അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ 2005 എല്ലാവരും കേട്ടൊരു കഥയാണ്. ഒരു എയർടെൽ സിം കണക്ഷൻ എടുക്കാൻ പോകുന്നിടത്തുനിന്ന് MG ശ്രീകുമാറിനെ കാണുന്നു. MG ശ്രീകുമാറിൻ്റെ ഒരു സജഷനിൽ ഹരിയൻ സാറിനെ കാണാൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അഭിനയത്തിൻ്റെ. ശരിക്കും അത് ഇപ്പോൾ മോഹൻലാലിൻ്റെ കഥ പറയുമ്പോൾ പറയാറുണ്ട്, സൗഹൃദം നിറച്ചൊരു ഊർജ്ജത്തിൽ നിന്നാണ് പുള്ളി ഈ പറയുന്ന ഒരു കാസ്റ്റിംഗ് കോളിനോട് റിയാക്ട് ചെയ്യുന്നത്. മറ്റു പലരുടെയും ഈ ഒരു കൂടെ നിൽക്കുന്നവരുടെ ഒരു ധൈര്യം, ആത്മവിശ്വാസം, ഊർജ്ജം, പ്രചോദനമൊക്കെ മാറ്റർ ആവാറുണ്ട്. സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാൾക്ക് അന്ന് അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു കരിയറിൻ്റെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാണല്ലോ, പുതിയൊരു കരിയറിൽ ഒരു കോർപ്പറേറ്റ് ലൈഫ് വിട്ടിട്ട്. ശരിക്കും അന്നത്തെ ഒരു ഊർജ്ജം എന്തായിരുന്നു? അന്നത്തെ പോക്കിൻ്റെ ഊർജ്ജം എനിക്ക് വേറൊരു ജോലി ഉള്ളതായിരുന്നു. വേറൊരു ജോലി ബാക്കപ്പ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഇപ്പം അഭിനയം അറിയോ അറിയില്ല എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. ഇപ്പം നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണല്ലോ. അതെ, എല്ലാ മനുഷ്യരും ഇപ്പം 95% ആൾക്കാർക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. അവരുടെയൊക്കെ വിചാരം നമുക്ക് സിനിമ അഭിനയിക്കാൻ അറിയാം. അത് തന്നെയായിരുന്നു എൻ്റെ വിചാരം. ഊർജ്ജം കറക്റ്റായിട്ട് ഇത് തന്നെയായിരുന്നു. നമുക്കൊരു ബാക്കപ്പിന് നമുക്ക് നല്ലൊരു ജോലിയുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇതിപ്പം സിനിമയിൽ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതി ഒക്കെ നമ്മൾ എടുത്തു. പക്ഷെ അവിടെ ചെന്ന് ഡയറക്ടറെ കണ്ടതിന് ശേഷം അദ്ദേഹം കൂടെ എന്നെ ഇഷ്ടപ്പെടണമല്ലോ. അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. അപ്പം ഈ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ബസ് കയറുന്ന സമയത്ത് എനിക്ക് ഉറപ്പൊന്നുമില്ല ഇത് സിനിമയിൽ എൻ്റെ എടുത്തോ ഇല്ല എന്നുള്ളത്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് നമ്മൾ പുള്ളി ഇപ്പം ഓഡീഷൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാനൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സിനിമ ആഗ്രഹിച്ച് നിന്നിട്ട് ഹരിയൻ സാറിൻ്റെ ഇതിൻ്റെ ഓഡീഷന് വേണ്ടി പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഭയം കാണും. ഡെഫിനറ്റ്ലി നമ്മുടെ ഫസ്റ്റ് ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കുള്ളൊരു ഭയം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമുക്കിത് എങ്ങനെയെങ്കിലും വേണം. മറ്റേത് നമ്മൾ പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഒരു ജോലിയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഊർജ്ജം. ഇപ്പോൾ ഭരതനാട്യമാണ് തിയേറ്ററിലെത്താൻ പറഞ്ഞത്. ഈ ഭരതനാട്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ യാത്രയിൽ, ഈ പറഞ്ഞ കരിയറിൻ്റെ 20ാം വർഷത്തെ യാത്രയിൽ ഉണ്ടായ ഒരു ഇൻവിസിബിൾ നെയിം തന്നെയാണ് അനുപമ എന്ന് പറയുന്ന സഹധർമ്മിണിയുടെ. പക്ഷെ ഇപ്പോൾ അതിലൊരു പല കാലത്തും ക്രൂഷ്യൽ മൊമെൻറ്റിൽ ടൈറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു ടൈറ്റിൽ വരികയാണ്, സ്ക്രീൻ ടൈറ്റിലേക്ക് ഒരു സഹനിർമ്മാണം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. നേരത്തെ ആണെങ്കിൽ പോലും ഒരുപാട് ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഭാര്യ തന്ന പ്രചോദനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്ക് ജോലിയുണ്ടല്ലോ, കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നുള്ളത്. ശരിക്കും അതൊരു വേറെ തരം ചാരിതാർത്ഥ്യമായിട്ട് വരുവാണല്ലോ സ്ക്രീൻ ക്രെഡിറ്റിൽ വൈഫിൻ്റെ പേര് വരുന്നത്. യെസ്, അതൊരു ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ ആകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു.
അഭിനയം അല്ലെങ്കിൽ അഭിനയം അല്ലാണ്ട് വേറൊരു മേഖല എനിക്ക് സിനിമയിൽ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പ്രൊഡക്ഷനായിരുന്നു. അതും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താൽ അത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ ആ ഡ്രീമിൽ ആക്ച്വലി ഞാൻ കണ്ടത് പ്രൊഡ്യൂസ്ഡ് ബൈ സൈജു കുറുപ്പെന്ന് വരും. പക്ഷെ അതിൻ്റെ കൂടെ വൈഫിൻ്റെ പേരും കൂടെ ഒരേ രീതിയിൽ വന്നു. ഇപ്പം നമ്മുടെ ടൈറ്റിൽസിൽ ആക്ച്വലി കമ്പനിയുടെ പേര് സൈജു കുറുപ്പ് എൻ്റർടൈൻമെൻറ്റ്സും പ്രൊഡ്യൂസേഴ്സിൻ്റെ പേരിൽ ഒരാൾ അനുപമ ബി നമ്പ്യാരുമാണ്. അത് ഡെഫിനറ്റ്ലി അതൊരു ഉള്ളിൽ ആ ഒരു സന്തോഷമുണ്ട്. അത് എൻ്റെ മനുവിൻ്റെ ഒന്നും മുഖത്തത് അധികം വരാറില്ല. പക്ഷെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഇങ്ങനൊരു സംഭവം നടന്നതിൽ. യെസ്. ഇപ്പോൾ ഭരതനാട്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെയും ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മയൂഖം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പറയാം ഒരു സീരിയസ് കൈൻഡ് റോളാണ്. അവിടുന്ന് ഒരു ഹ്യൂമറിലേക്കുള്ള ടേൺ വരുന്നുണ്ട്. ഇപ്പം പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിലുണ്ട് ആട് എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് പോലെയാണ് അബു വരുന്നത്. അതിലിപ്പോൾ ഞാൻ ആട് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് അബു ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് ഇപ്പം പാപ്പച്ചൻ ഒളിവിലാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിൻ്റെ ക്ലിപ്സൊക്കെ വീണ്ടും ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ അബുവിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തപോലെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഉപചാരപൂർവ്വം ഗുണ്ട എന്ന് പറയുന്ന 100 ഫിലിം വരുന്നുണ്ട്. അങ്ങനെ പല ക്യാരക്ടർ റോൾസും ക്യാരക്ടറൊക്കെ വരുന്ന സമയത്തും സൈജു കുറുപ്പ് എന്ന് പറയുന്നത് വളരെ വിശ്വാസ്യതയോടെ ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ലീഡ് റോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്തൊരു റോളൊക്കെ ഏൽപ്പിക്കാൻ പറ്റുന്നൊരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായും ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമ ഇപ്പം ഭരതനാട്യം പോലത്തെ ഒരു സിനിമയൊക്കെ വരുന്ന സമയത്ത് ഒരു ന്യൂ കമർ വന്നിട്ടൊരു കഥ പറയുന്നു, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് പറയുന്നു. ഇത് ചെയ്തേക്കാന്നൊക്കെ ഉള്ളൊരു തീരുമാനം അതെങ്ങനെ വരുന്നത്? ചെയ്തേക്കാന്ന് പറയുന്ന സിനിമ നന്നാവുക എന്നുള്ളതിനൊപ്പം നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ആലോചിക്കുമല്ലോ. എങ്ങനെയാണ് ഈ ഭരതനാട്യം ചെയ്യാൻ തീരുമാനിച്ചത്? മനീഷ്, ഇതിൻ്റെ അകത്തൊരു സംഭവം വെച്ചാൽ ഞാൻ ഏത് സിനിമ ചെയ്യുകയാണെങ്കിലും ഇൻക്ലൂഡിങ് ഭരതനാട്യം ഫസ്റ്റ് ഒരു നരേഷൻ ഉണ്ടാവുമല്ലോ. അതിൽ നമുക്കൊരു ഇത് കിട്ടും, ഒരു ഹിറ്റ് കിട്ടും. ഐ മീൻ ഇത് ഓക്കെയാണ്, ഈ കഥ വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ ഒരു സാധാരണക്കാരനാണ്, സാധാരണക്കാരനെ പോലെ ചിന്തിക്കുന്ന ഒരാളാണ്. സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സിനിമ എനിക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം ഇവിടെ ഹിറ്റായ സിനിമകളൊക്കെ മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതൊക്കെ ഹിറ്റായത്, അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്ററായി വോട്ടവർ. ആ സിനിമകളൊക്കെ എനിക്കിഷ്ടമാണ്. ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലാണ് ഞാൻ കൂടുതൽ സിനിമകൾ കണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ലാംഗ്വേജിൽ ഏതൊക്കെ സിനിമ ഹിറ്റായിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് 100% എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സിനിമ പോലും ഹിറ്റായി പക്ഷേ എനിക്ക് അതത്ര പോരാ, പക്ഷേ എഗ്രോ ഹിറ്റായി അങ്ങനെ പറയാൻ എനിക്കില്ല. പക്ഷേ ചില ഓടാത്ത സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ലാംഗ്വേജിലും, ഈ 3 ലാംഗ്വേജിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാനെന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നമ്മളെ ഒരു കഥ എൻ്റർടൈൻ ചെയ്തു, നമ്മുടെ കഥാപാത്രം തൽക്കാലത്തേക്ക് സൈഡിലേക്ക് വെച്ചേക്കാം. ഈ കഥ നമ്മളെ എൻ്റർടൈൻ ചെയ്തെങ്കിൽ ഈ കഥ ഉറപ്പായിട്ടും ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് മോസ്റ്റ്ലി ആക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. രണ്ടാമത് വരുമ്പോഴത്തേക്കും പിന്നെ എനിക്കെന്താണ് ചെയ്യാനുള്ളത്? എനിക്ക് എൻ്റെ അകത്ത് ഇപ്പം ജോണർ ചിലപ്പോൾ കോമഡി ആയിരിക്കാം, അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടർ ആയിരിക്കാം, ഇതൊക്കെ ആവാം. പക്ഷേ ഒരു പരിധിവരെയും കഥയിലോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലോ റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ, ഓൾറെഡി ഞാൻ ചെയ്തു വെച്ച ക്യാരക്ടറിൻ്റെ ഭയങ്കരമായിട്ട് മാനറിസം എന്നിലേക്ക് വരും. അത് 100% ആണ്, അല്ലെങ്കിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു എക്സ്ക്യൂസായിട്ട് ഞാൻ പറയുമല്ല, ഐ ഷുഡ് ചേഞ്ച്. പക്ഷേ റിപ്പീറ്റേഷൻസ് സ്വാഭാവികമാണ്. അതെ. അപ്പം ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഞാൻ ചെയ്യുന്ന സിനിമകളുടെ ഒരു പശ്ചാത്തലം ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യും ഓഡിയൻസിന്. അപ്പം ഐ ടേക്ക് കെയർ ദാറ്റ് അങ്ങനത്തെ ഒരു ഇത് വരാതിരിക്കാൻ. ഭരതനാട്യത്തിൻ്റെ ഓസ്ലറിൻ്റെ സമയത്താണ്, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് തൃശ്ശൂർ വന്നിട്ട് കൃഷ്ണദാസ് എന്നോട് കഥ പറയണത്. 20 മിനിറ്റ്സിൽ കഥ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് കേൾക്കാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കേട്ടു. ഇത് കഴിഞ്ഞ ജൂലൈയിലെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭരതനാട്യം പോലെ തന്നെ അപ്പം അന്ന് ഇത് കോ പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊന്നും എൻ്റെ തലയിലില്ല. ചില ആരാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രൊഡ്യൂസർ വരുന്നത് നമുക്കറിയില്ല. സോ എനിക്ക് ഇപ്പം തൽക്കാലം എനിക്ക് ഒറ്റയ്ക്ക് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. അപ്പം ഞാൻ കോ പ്രൊഡ്യൂസറേ ആവുള്ളൂ. അപ്പം ആരാണ് മെയിൻ പ്രൊഡ്യൂസർ എന്നുള്ളതാണ് വിഷയം. അപ്പം ആ സമയത്ത് നമുക്കറിയില്ല ആരാണ് ചെയ്യാൻ പോണത്. ഇതേപോലെ ഈ ഭരതനാട്യം പോലത്തെ ഒരു 3-4 കഥകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതുമൊക്കെ ഇങ്ങനെ പൈപ്പ് ലൈനിൽ നിൽപ്പുണ്ട്, ഇൻക്ലൂഡിങ് ഷംസു സാഹിബയുടെ അഭിലാഷമുണ്ട്, പിന്നെ വേറെ 1-2 കഥകൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ചിന്ത. എന്ന് വെച്ചാൽ ഇതൊക്കെ ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള സിനിമകളാണ്. അഭിലാഷം ഒരു റോം കോമാണ്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ഒരു ഫാൻറ്റസി മിക്സ്ഡ് കോമഡി ഇമോഷണൽ ഡ്രാമയാണ്.
ഇത് നമ്മുടെ ഒരു ഫാമിലി ഇമോഷണൽ കോമഡി ഡ്രാമയാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരോ ജോണേഴ്സിൻ്റെയാണ്. സോ ഐ ഹേർഡ് ദിസ്. പിന്നെ ഓരോ പ്രൊജക്റ്റ് ഇപ്പം ആരെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നല്ല സബ്ജക്ട്സ് വല്ലതും കേട്ടോ, ഇങ്ങനെയൊക്കെ ഞാൻ കാത്തിരിക്കണം ആരെങ്കിലും എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അഭിലാഷത്തിൻ്റെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പ്രൊഡ്യൂസേഴ്സിന് എന്നെ വെച്ചൊരു പടം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. ശങ്കരേട്ടനും പിന്നെ ആനും കൂടെയാണ്, രണ്ടുപേരും കൂടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. സോ ദേ വോണ്ടഡ് ടു ഡു എ മൂവി വിത്ത് മീ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെയൊരു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കേട്ട് നോക്കൂ. അപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പക്ഷേ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഇത് തോന്നണമെന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ അത് എന്താ, അപ്പം ഇതെല്ലാം എൻ്റെ മൈൻഡിലുണ്ട്. എവിടെയെങ്കിലും സാഹചര്യം കിട്ടുവാണെങ്കിൽ ഇതെനിക്ക് പിച്ച് ചെയ്യാം. ഞാൻ വളരെ ബ്ലാങ്കായിട്ട് ഞാൻ ഫാമിലിയായിട്ട് ദുബായി പോവുകയും ക്രിസ്മസിൻ്റെ സമയത്ത്, കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് ഹോളിഡേയ്സിന് വേണ്ടി പോയതാണ്. അപ്പോൾ തോമസ് ചേട്ടൻ ദുബായ് ബേസ്ഡാണ്, അദ്ദേഹം ലഞ്ചിന് വിളിക്കുകയും. അപ്പം എൻ്റെ മനസ്സിൽ ഇത് പിച്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയില്ല. എന്നുവെച്ചാൽ ഓൾറെഡി അദ്ദേഹം എന്നെ വെച്ചൊരു പടം പാപ്പച്ചൻ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ അത്ര വെൽ റിസീവ്ഡ് ആയിട്ടുള്ളൊരു പടമല്ല. പക്ഷേ OTT-ലൊക്കെ ഒരു ഇതുണ്ടായി. ബട്ട് തിയേറ്ററിൽ അത് വർക്കായില്ല. അപ്പം എനിക്ക് ഒരു സ്പേസ് ഇല്ല. ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെ, ബിസിനസ് വേറെ. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു സക്സസ് കിട്ടാത്ത ഇതിലെനിക്ക് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു പടം കൂടെ ചെയ്യാനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി ആലോചിച്ചു പോലുമില്ല ആക്ച്വലി. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് തോമസ് ചേട്ടൻ എന്നോട് ചോദിക്കുന്നത് ഏതെങ്കിലും നല്ല കഥ കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 2 കഥകൾ പറഞ്ഞു. ഒന്ന് അരുൺ വേഗ എന്നോട് പറഞ്ഞൊരു ഒരു കഥയുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ബഡ്ജറ്റ് ആവും. പിന്നെ ഇതും പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തോമസ് ചേട്ടൻ പറഞ്ഞു ഇതെനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഐ വാസ് ലൈക്ക്, എൻ്റെ ഉള്ളിൽ ഞാൻ ചോദിച്ചില്ല, ഈസ് ഇറ്റ് റിയലി സീരിയസ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. വെച്ചാൽ ഓൾറെഡി ഒരു പടം വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ KPK ചേട്ടനെ എപ്പോഴാണ് വരുന്നത്? ഞാൻ ജനുവരിയിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള ഡേറ്റ് ക്ലിയർ ആയിട്ടില്ല. അത് ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറയാം. അപ്പോൾ അവരോടൊന്ന് പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ശരി. ഞാൻ പിന്നെ അത് വിട്ടു. ഞാൻ ഇനി തോമസ് ചേട്ടൻ തന്നെ പറയുവാണെങ്കിൽ മാത്രം ഞാൻ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. പിന്നെ നമ്മൾ വിളിച്ച് പ്രഷറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പൽ ചെയ്യുന്നത് അതൊരു വല്ലാത്ത പരിപാടിയാണ്. ഒരു സെക്കൻഡ് ഡേ തോമസ് ചേട്ടനെ കാഷ്വലി വിളിച്ചു. എന്ന് വെച്ചാൽ അന്ന് ഞാൻ രാത്രി തിരിച്ചു വരുവാണ്. അപ്പം പാക്കിങ് കഴിഞ്ഞ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് തോമസ് ചേട്ടൻ പറഞ്ഞ് സൈജു, ഞാൻ പറയാം കേട്ടോ ഞാൻ എന്നാ വരുന്നത്, അവരോട് പറഞ്ഞേക്ക്, എനിക്ക് ആ കഥ കേൾക്കണം. ഞാൻ പറഞ്ഞ് ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് സീരിയസ്നെസ് മനസ്സിലായി. അങ്ങനെ ഒരു ജനുവരി 21st or 22nd ദിസ് ഇയർ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ കാലൻ്റെ തങ്കക്കുടം എന്ന് പറഞ്ഞൊരു പടം ഫ്രൈഡേ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ദ്രിയത്തും ഞാനൊക്കെ അഭിനയിക്കുന്ന നിതീഷ് KTR ഡയറക്റ്റ് ചെയ്യാൻ എന്നൊരു പടം മാർച്ചിൽ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ധാരണയിലായിരുന്നു. സോ അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഇയർ ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ മീറ്റിംഗ് നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് അറിയുന്നത് മാർച്ചിൽ നിന്ന് മിക്കവാറും അത് പോസ്റ്റ്പോണ്ട് ആവും. അപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, മാർച്ച് ഏപ്രിൽ മിഡ് വരെയും ഡേറ്റ്സ് എനിക്ക് അവൈലബിൾ ആണ്. അങ്ങനെ എൻ്റെ ഓഫീസ് സ്പേസിൽ വന്ന് കൃഷ്ണദാസും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ജിതേഷ് അഞ്ജുമനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വന്ന് ദാസൻ നരേറ്റ് ചെയ്തു. തോമസ് ചേട്ടൻ കേട്ടു. തോമസ് ചേട്ടൻ അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിരുന്നു, നമുക്കിത് ചെയ്യാം, പക്ഷേ ഇത് എന്നാണ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മാർച്ചിലൊരു പടം ഉണ്ടായിരുന്നത് പോസ്റ്റ്പോണ്ടായി, നമുക്ക് മാർച്ച് പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മാർച്ച് പിടിക്കാം. അപ്പം പ്രീ പ്രൊഡക്ഷന് നമുക്കൊരു 1.5 മാസമുണ്ട്, 1 മാസം 1 ദിവസവും ഉണ്ട്. നമുക്ക് കൃഷ്ണദാസനെ ചോദിച്ചപ്പോഴത്തേക്ക് അവനും പറഞ്ഞ് എനിക്ക് അത്രയും മതി. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ലോക്ക്ഡാണ്, അതിൻ്റെ അകത്ത് പിന്നെ എഡിറ്റിംഗ് ഒന്നും ഇല്ല ആക്ച്വലി. ഇവൻ പറഞ്ഞതിൽ എവിടെയോ ലാഗ്, നമുക്ക് ആ സീൻ വേണോ അങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തോമസ് ചേട്ടൻ കൈ കൊടുക്കുന്നു, ഇവർ രണ്ടുപേരും കൂടെ പോകുന്നു. ഞാനും തോമസ് ചേട്ടനായിരുന്നു സംസാരിക്കുന്നു. ഇവർ എനിക്ക് തോന്നുന്നത് പനമ്പള്ളി നഗറിലെ എൻ്റെ ഓഫീസ്, അവിടെ നിന്ന് പാലാരോട്ട് എത്തിക്കാണില്ല. അതിന് മുമ്പേ ഞാൻ തോമസ് ചേട്ടൻ പറഞ്ഞു, തോമസ് ചേട്ടാ ഞാനും കൂടെ ഇതിൻ്റെ അകത്ത് നിങ്ങളായിട്ട് പാർട്ട്ണർ ആയാലോ എന്ന് ചോദിച്ചു. വെരി ഗുഡ്, അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് അത്. ഇതെല്ലാം പെട്ടെന്ന് തോന്നുകയാണ്, അല്ലാണ്ട് ഞാൻ ഭയങ്കര പ്ലാൻഡായിട്ട് ദുബായി പോകുമ്പോൾ തോമസ് ചേട്ടനെ കാണണമെന്നും ഇതിൻ്റെ അകത്ത് പാർട്ട്ണർ ആവണമെന്നും ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ ആ സമയത്തുണ്ടായ ഓരോ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ തന്നെ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ ഇവർ പാലാരോട്ട് അവിടെ എത്തിയിരിക്കണത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനും കൂടെ കോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് പ്ലാൻ, അപ്പോൾ നമുക്ക് മാർച്ച് 10 തൊട്ട് പ്ലാൻ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൻ്റെ മുമ്പും എനിക്ക് പല കഥകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പ്രൊഫഷനിൽ ചെല്ലണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇപ്പം ചിലത് ഇപ്പം എനിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ നമുക്ക് ബഡ്ജറ്റ് ഓക്കെ ആണല്ലോ. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഇത്രയാണ്. അതായത് ഞാൻ ലീഡ് റോൾ ചെയ്യുന്നത്.
അപ്പം അതിൻ്റെ അകത്തൊരു 25 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 1 കോടിയോ കൂടിയാൽ അത് ചിലപ്പോൾ ബ്രേക്ക് ഇവൻ ആകാൻ സാധ്യത കുറയും. ഇതും ഇപ്പം എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് സാധ്യത ഉണ്ട്, അതായത് പ്രോബിലിറ്റി കൂടുതൽ ബ്രേക്ക് ഇവൻ ആവാനാണ്. അല്ലാണ്ട് ഇതും കൺഫേം ആയിട്ട് ബ്രേക്ക് ഇവൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ ഒരു നമ്മളിപ്പം ഒരു പടം ഞാൻ ചെയ്യുന്നു, പ്രൊഡ്യൂസർ സേഫ് ആയാലേ എനിക്ക് അടുത്തൊരു പടം പറ്റുള്ളൂ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാതെ നമ്മളൊരു ബാങ്കബിൾ മോഡലാക്കി മാറാനും പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി അങ്ങനെ പോയാൽ എല്ലാവർക്കും ഗുണമുള്ളൂ. എന്നാലേ അവർക്കും ഇപ്പം പാപ്പച്ചൻ്റെ സംബന്ധിച്ച് പുള്ളിക്ക് ലോസ് സംഭവിച്ചില്ല തോമസ് ചേട്ടന്. ആ ലോസ് സംഭവിച്ചിരുന്നത് ചിലപ്പോൾ എന്താണ് അദ്ദേഹം റീതിങ്ക് ചെയ്തത്. ലോസ് സംഭവിച്ചില്ല, അതുകൊണ്ട് നമ്മൾ വേറെ അടുത്തൊരു പടം ചെയ്യുന്നു. അത് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് എന്തായാലും അത് ബ്രേക്ക് ഇവനും ആവും, അത് നമുക്ക് സംശയമില്ലാത്ത കാര്യം. അത് ബിസിനസ് വിൽ ഹാപ്പൻ ആൻഡ് തിയേറ്ററിൽ നമുക്കൊരു അത്യാവശ്യം റൺ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് എവറിത്തിങ് സെഡ് ആൻഡ് ഡൺ. നമ്മൾ ഇപ്പം എല്ലാ ആഴ്ചയും നമ്പർ ഓഫ് മൂവീസ് കൂടുതലാണ്. ഈ നമ്പർ ഓഫ് മൂവീസ് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. അത് എന്താണ് ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് നമുക്ക് പറയാം. ബട്ട് ഓൺലി വൺ തിങ് ഇസ് ദാറ്റ് നമുക്ക് ഷോസ് കുറയും കൂടുതൽ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ഇപ്പം ആസ് ഓഫ് നോ അറ്റ് പ്രസൻറ്റ് 8ഓളം സിനിമകൾ വരുന്നുണ്ട്. ഈ 8ഓളം സിനിമകളാകുമ്പോഴത്തേക്കും തിയേറ്ററുകാരെയും പറയാൻ പറ്റില്ല. വെച്ചാൽ അവർക്കും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ബയസ്ഡ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതേ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ചില തിയേറ്ററിൽ ചിലപ്പോൾ നമുക്ക് മോർണിംഗ് ഷോസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ 10 മണിയുടെ ഷോയ്ക്ക് ചിലപ്പം അങ്ങനെ ഫാമിലി ചിലപ്പോൾ പോകുന്ന സമയമായിരിക്കില്ല. നമുക്കറിയാം സെക്കൻഡ് ഷോ പോലെ കിട്ടേണ്ട ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ള 7:15 ഷോ, 8 മണിയുടെ ഷോ, 8:30 ഷോ, ഇങ്ങനെയൊക്കെയുള്ള ഷോസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളത് കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഇതെല്ലാം നമുക്കറിയാം. പിന്നെ നമുക്ക് നോക്കാം എന്താണ്. നമുക്കിപ്പം സിനിമ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോ വി ആർ ഡൂയിങ് മൂവീസ് ആൻഡ് നമ്മൾ കഴിവതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബഡ്ജറ്റിൻ്റെ കാര്യം വളരെ ഇതായിട്ട്, ഞാനിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത പടമാണെങ്കിലും ഞാൻ ഈ ബഡ്ജറ്റിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട്. ഒരു റീസെൻ്റ്ലി ഒരാൾ വന്നിട്ട് എന്നോട് ഒരു സബ്ജക്റ്റ് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്കറിയാം ഇപ്പം എൻ്റെ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റിനേക്കാളും ഏകദേശം ഒരു ഹാഫ് ഇതും കൂടെ കൂടുതലാണ് ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പം ഞാൻ ഹരി എന്ന പേര്, ഹരിയുടെ ഞാൻ പറഞ്ഞു, ഹരി ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ തൽക്കാലം ആലോചിക്കാം. മറ്റേത് ഒന്നിൽ ഒരു ഇതിനേക്കാളും കുറച്ചുകൂടെ മാർക്കറ്റ് ഉള്ള ഒരു ആളെ വെച്ച് ചിന്തിക്കൂ, അല്ലെങ്കിൽ പിന്നെ യു ഹാവ് ടു വെയിറ്റ്. സോ ഇസ് ദാറ്റ് ഹി വിൽ വെയിറ്റ്. ഓക്കെ, ഐ എം ഫൈൻ വിത്ത് ദാറ്റ് ബിക്കോസ് ഐ ഗേവ് ആൻ ഓപ്ഷൻ. വേണമെങ്കിൽ ഇത് ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞതാണ്. സോ വി ആർ പ്ലാനിങ് ദാറ്റ് അതർ മൂവി. ഇപ്പോൾ എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റിയ ഒരു മൂവി. ഇപ്പോൾ സജു കുറുപ്പ് എന്ന് പറഞ്ഞ ആക്ടറുടെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തുടക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട റോള് വരുന്നു, മയൂഖം പോലെ വലിയൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നു, അതിനുശേഷം ലയൺ പോലുള്ള സിനിമ വരുന്നു. പിന്നെ അവിടുന്ന് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഒരു ഗെയിം ചേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രൂവൺ ആവണം എന്നുള്ളൊരു റോളിന് വേണ്ടിയിട്ട് നല്ല കാത്തിരിപ്പും വെയിറ്റിംഗും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു സംഗതി കിട്ടുന്ന സമയത്തും ഒരു കോൺഫിഡൻസ് വരുന്നത് കുറച്ചുകൂടി ലേറ്റർ ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പം അബു അങ്ങനെ പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജൊക്കെ ചെയ്യുന്ന സമയത്താണോ എനിക്കിത് ഷോൾഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ക്യാരക്ടർ റോൾ ചെയ്യും, ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഒരു ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ആക്സിഡൻ്റൽ ആക്ടർ എന്നുള്ളത് പറയാം. ഒരു സ്കൂളിലോ കോളേജിലൊന്നും അങ്ങനെ ഒരു പെർഫോമൻസിലൂടെ വന്ന് ഒരു അംബീഷൻ്റെ പുറത്ത് അവിടെ എത്തുന്നതിന് പകരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കരിയർ എന്ന് തുടങ്ങി പിന്നെ അതിൽ കോൺഫിഡൻസ് സെറ്റ് ചെയ്യുകയാണല്ലോ. ശരിക്കും ഈ കോൺഫിഡൻസിൻ്റെ ഒരു ജേണി എന്താ? ഈ ഘട്ടം മുതലാണ് എനിക്ക് എന്നിലെ ആക്ടർക്ക് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ചുറ്റുള്ളവർ വിശ്വസിക്കുന്നതിനേക്കാളും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമയം എപ്പോഴാണ്? അതെ. എനിക്ക് ആക്ച്വലി ആ ഒരു കാര്യത്തിൽ എനിക്കിപ്പോഴും വിശ്വാസമില്ല. പക്ഷേ ഈ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ, അതായത് നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, പേടിക്കാണ്ട് ഇനിയിപ്പോൾ അഭിനയിക്കാം, നമ്മൾ ചെയ്യുന്നത് ഒരു പരിധിവരെ ഓക്കെ ആയിരിക്കും, നമ്മൾ അത്രയും വൃത്തികേടാക്കൂല. അതിപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് എനിക്ക് തോന്നുന്നു 2018-19 കാലഘട്ടത്തിൽ വെൻ ഐ ഡിഡ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ സമയത്താണ് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പേടിയില്ലാണ്ടൊക്കെ ഞാൻ അഭിനയിച്ചത്. പക്ഷെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ വേറെ രീതിയിലുള്ള പേടി ഉണ്ടായിരുന്നു. വെച്ചാൽ പയ്യന്നൂർ സ്ലാങ് പക്ഷെ അത് ഭയങ്കര മനോഹരമായിട്ട് ചെയ്തു, സിംഗ് സൗണ്ട് ആയിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞു അത് അടിപൊളിയായിട്ട് ചെയ്തു. കാരണം വെച്ചാൽ ആ ഭയങ്കര വളഞ്ഞു പോകുന്ന ഭാഷയാണ്. ഒരിക്കലും റിയൽ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടാത്തൊരു ലാംഗ്വേജിലാണ് സ്ലാങ്ങിലാണ് പോകുന്നത്. അതെ എക്സാക്ട്ലി. പക്ഷെ എനിക്ക് പിന്നെ എങ്കിലും ചന്ദ്രയ്ക്ക് ചെയ്തപ്പോൾ സെയിം പയ്യന്നൂർ സ്ലാങ് കിട്ടി. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. എനിക്ക് ആടെ ഇടുന്നൊക്കെ എനിക്ക് അവിടെ ഇവിടെ നിന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ എനിക്കത് വരുന്നുണ്ടായിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പം ട്രിവാൻഡ്രം സ്ലാങ് ആദ്യമായിട്ട് ട്രിവാൻഡ്രം ലോഡ്ജിൽ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പടയോട്ടം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ അല്ലെങ്കിൽ നമുക്കിപ്പം ഡേ എന്ന് വിളിച്ച് നമുക്ക് ശീലമില്ല, എടാന്ന് വിളിച്ച് ശീലമുണ്ട്.
അപ്പോൾ ഡേ നമുക്ക് നാച്ചുറലി വരില്ല. പക്ഷേ പടയോട്ടത്തിൽ ഓക്കെ ഇത് ട്രിവാൻഡ്രം ക്യാരക്ടറാണ്, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡേ എന്നാണ് വന്നുകൊണ്ടിരുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുമ്പോഴത്തേക്കും. സോ ഓൾ ദോസ് തിങ്സ് ഹാപ്പൻഡ്. അപ്പോൾ കോൺഫിഡൻസിൻ്റെ ഇതാണ്. ഇപ്പം ഈ പറഞ്ഞ ഒരു 6 വർഷം മുമ്പൊക്കെ ആയിരിക്കും ഓക്കെ ഇപ്പം ഞാനും വേറൊന്നും ചിന്തിക്കുന്നില്ല, ഞാനങ്ങ് ചെയ്യുവാണ്. മറ്റേതിപ്പം ഒരു അറക്കലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് കുറച്ച് ഇങ്ങനത്തെ ഒരു കാരിക്കേച്ചർ, എക്സാക്ട്ലി കാരിക്കേച്ചർ സ്വഭാവമുള്ളൊരു സാധനം, എൻ്റെ ലുക്ക് ഇങ്ങനെ. അപ്പം അല്ലെങ്കിൽ അതുവരെയൊക്കെ നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മളില്ല ആക്ച്വലി. അതെ അതെ, ഞാൻ ഒരിക്കലും ബുൽഗാനോ അല്ലെങ്കിൽ ഇത് മീശ, പിന്നെ നമ്മൾ തൊപ്പി തന്നിട്ടുണ്ട്, കണ്ണിൽ ലെൻസ് ഉണ്ടായിരുന്നു, കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു സംശയമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഫസ്റ്റ് ആൾ, സെക്കൻഡ് ആൾ എഴുതിയിട്ടില്ല, ഫസ്റ്റ് ആളിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ മറ്റേ കളർഫുൾ മുണ്ട്, വയലറ്റ് ഷർട്ട്, ഉള്ളിൽ നെറ്റുള്ള ബനിയൻ, പിന്നെ മറ്റേ ഇത് ഒരു മാല ഉണ്ടല്ലോ താവീസ്, ഹിന്ദിയിലെ താവീസ് എന്ന് പറയണേ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഞാനല്ല. ഇനിയിപ്പോൾ ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി എനിക്ക് എൻ്റെ വോയിസ് തന്നെയാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ അത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് അറക്കല പോലെ ഞാൻ കറക്റ്റാണോ എന്നൊക്കെ തോന്നല്. പക്ഷേ മിഥുൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതുമൊക്കെ വേണം നമുക്ക് ഒരു സംവിധായകൻ. ബിക്കോസ് സംവിധായകൻ ഈസ് ദ ക്യാപ്റ്റൻ ആൻഡ് ഒരു ആക്ടറെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബിവറേജിൽ നിന്ന് അറക്കലബു ഇത് കത്തിയും പിടിച്ചുകൊണ്ട് ഈ ബോട്ടിൽ പിടിച്ചുകൊണ്ട് വരുന്ന സ്ലോ മോഷൻ ഒരു ഷോട്ടാണ്. അതാണ് എൻ്റെ ഏറ്റവും ആദ്യം എടുക്കുന്നത്. ആ ഒരു ഷോട്ട് മാത്രമേ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ, അതൊരു വൈകുന്നേരം എടുക്കുന്നത്. അപ്പം ഉള്ളിൽ വെച്ചാൽ നമുക്ക് ഇത് നന്നാക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞ അന്നൊരു കൂടുതൽ ഈ പേടിയായിരുന്നു, ഈ കോൺഫിഡൻസിനെക്കാളും കൂടുതൽ പേടിയായിരുന്നു ഇത് നന്നാവും, അങ്ങനെ ഒരു പ്രശ്നമല്ലേ, ഇത് എങ്ങനെ ഇത് വരുമെന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഈ ഷോട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടിയിൽ പോവുകയാണ്. മിഥുനെ അപ്പോൾ പാക്കപ്പായി. മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഗംഭീരമായിട്ടുണ്ട് ചേട്ടാ, ഞാൻ വിചാരിച്ചതിനേക്കാളും മേളിൽ ചേട്ടൻ്റെ അപ്പിയറൻസും ആറ്റിറ്റ്യൂഡും വന്നിട്ടുണ്ട്. അപ്പം അറക്കലപ്പിനും അതായിരുന്നു വേണ്ടത്, ആ ആറ്റിറ്റ്യൂഡ് ആദ്യം, പിന്നെയാണല്ലോ ഇയാൾ പുസ്സായി പോകുന്നത്. ആ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തോ, ഈ പരിപാടി വന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാമെന്ന് പറഞ്ഞു. സോ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടും. അപ്പം സെക്കൻഡ് ഡേ പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേയിലുണ്ടായിരുന്ന പേടിയേക്കാളും കുറച്ചുകൂടെ ഓവർകം ചെയ്തിട്ട് ഇപ്പം കുറച്ച് പേടിയേ ഉള്ളൂ. അങ്ങനെ സ്ലോലി അത് പിന്നെ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് എത്തി ഈ രീതിയിലേക്ക് പോകാം, അതിൻ്റെ ഒരു മീറ്റർ പിടി കിട്ടുക എന്ന് പറഞ്ഞു. യെസ് യെസ്. ആൻഡ് ഇപ്പം മനീഷ്, ഞാൻ ഇപ്പം ഭരതനാട്യത്തിൽ നിൽക്കും. ഭരതനാട്യത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഐ വാസ് വെരി കൂൾ. എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അതാണല്ലോ, അതാണ് ഞാൻ അതിലേക്ക് വന്നത്. കോൺഫിഡൻസിനെ പറ്റിയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. എനിക്കൊരു സീൻ കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നത്, ഇപ്പം ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന രീതി തന്നെ ഇത് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ, ഏതൊരു ക്യാരക്ടറായാലും. ഞാൻ റൈറ്ററേയും ഡയറക്ടറേയും ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴൊക്കെ കൂടുതലും ഡയറക്ടേഴ്സ് തന്നെയാണ് റൈറ്റേഴ്സ്, അതുകൊണ്ട് ഒരാളെ ഫോളോ ചെയ്താൽ മതി. മറ്റേത് നമ്മൾ രണ്ടുപേരെ അതിൻ്റെ അകത്ത് ആരുടെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ഒരു പരിധിവരെ ഞാൻ രതീഷിൻ്റെ കുറേ ബോഡി ലാംഗ്വേജ്, അതായത് ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ രതീഷിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, കൈൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ. കേൾട്ടൻ 10 മോഹസിൻ പെറാരിയെ ഞാൻ ആക്ച്വലി 2-3 പടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് മോഹസിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് കേൾട്ടൻ 10 റിലീസായ സമയത്ത് ഞാൻ പറഞ്ഞത്. പിന്നെ അതിന്റെ ഒരു ഈ പ്രാദേശികത്വം ഉണ്ടല്ലോ, ലോക്കൽ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു, ചങ്ങന്മാരെ കളിയിൽ നിന്നു എന്നൊക്കെ പറയണേ. അപ്പൊ അത് മോഹസിൻ ചേട്ടാ ഇത് ഇങ്ങനെയാണ് പറയേണ്ടതല്ല പുള്ളി പറയണത്. പുള്ളിയുടെ ഉള്ളിൽ അതാണ് സാധനം, മലപ്പുറംകാരന്റെ സാധനം. നമ്മുടെ സൗണ്ട് മോഡുലേഷൻ മാത്രമല്ല, നമ്മുടെ ബോഡിയിലും ആ താളം കൊണ്ടുവരിക എന്നുള്ളത്. അത് ആ ഷോട്ട് കാണുവാണെങ്കിലേ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട് ഈ നടന്നു വരുന്നതിന്. ഇത് തന്നെയാണ് മോഹസിൻ എനിക്ക് കാണിച്ചത്. അത് വൺ ടേക്ക് ഓക്കെയാണ്. ഞാൻ അത് കോപ്പി ചെയ്ത് അപ്പം തന്നെ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഞാൻ വിട്ടുപോകും. അത് അപ്പം തന്നെ എടുത്ത് തന്നെ അത് ആ രീതിയിൽ തന്നെ ഞാൻ കോപ്പി ചെയ്തു. അപ്പം മോസ്റ്റ്ലി ഇത് തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ചിലപ്പം ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഭരതനാട്യത്തിൽ ഞാൻ കൃഷ്ണദാസ് തന്നെ എഴുതിയിരിക്കുന്ന, അവൻ തന്നെയാണ് ഇതിൻ്റെ ക്രിയേറ്റർ ക്യാരക്ടേഴ്സിൻ്റെ. അവൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു 75% കൃഷ്ണദാസിനെയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട്. ക്രിയേറ്റർ ഒരു ഐഡിയയും ബ്രീഫും ആർക്കും തരുമ്പോൾ ചിലപ്പം അതൊരു ബോഡി ലാംഗ്വേജ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ അല്ലേ. അതും ചിലപ്പോൾ അവരറിയുന്നില്ലായിരിക്കും ഇവരെന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ അതങ്ങ് നമ്മൾ എടുത്താൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പ്രകാശൻ പറക്കട്ടിൽ ഞാൻ ധ്യാനാണ് ഈ റൈറ്റർ ധ്യാൻ ഈ സീൻ ഇങ്ങനെ വായിച്ചു തരും. ഓക്കെ,
അപ്പൊ ഞാൻ ധ്യാനം ഇങ്ങനെ ശ്രദ്ധിക്കും. അത് കൊള്ളാലോ, ഇത് കൊള്ളാലോ. അപ്പൊ ധ്യാനം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ധ്യാനം അത് ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കും. പക്ഷെ ധ്യാനം ഞാൻ കോപ്പി ചെയ്യണമെങ്കിൽ റിപ്പീറ്റേഷൻ ആവും. സോ അതാണ് ചെയ്തത് ഞാൻ. അല്ല, ഇപ്പോൾ ഈ ഭരതനാട്യം വരെയുള്ള സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പം നാട്ടിൻ പുറത്തുകാരൻ ഇപ്പോൾ ഒരു കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ അതിൽ ഈ പറഞ്ഞ സിനിമയിലെ ഇപ്പോൾ അബു ആണെങ്കിലും ഇപ്പോൾ ഇതിൽ ഭാസ്കര പൊതുവാളിനോട് സംസാരിക്കുകയാണെങ്കിലും അവിടെ ഒരു പയ്യന്നൂരുകാരൻ വരുന്നത് പോലെ ഒരു സാധാരണത്തുള്ള അടുത്ത വീട്ടിൽ നിന്ന് വരുന്ന കുറേ കാലമായിട്ട് അങ്ങനെയൊക്കെ മുണ്ടെടുത്തും ശീലിച്ചൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു കയ്യിലി കൊടുത്തൊരു സൈജു കുറുപ്പ് അല്ലെങ്കിൽ മുണ്ടെടുത്ത ആൾ എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് പെട്ടെന്നൊരു ഹാഫ് വേന്ന് കയറി വരുന്ന പോലെയാണ്. അതൊരു സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത അങ്ങനെ ഒരു ഈസിനെസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് കരിയറിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റീരിയോ ടൈപ്പ് ഒത്തിരി ചെയ്ത ഒരാളാണ്. പക്ഷേ ഒരു സമയം മുതൽ അങ്ങ് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പാളുന്നില്ല, ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അത് പേഴ്സണലി എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ഓർക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പറയുന്ന ക്രിയേറ്റേഴ്സിനൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം അബു പോലത്തെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഷാജി പാപ്പാനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പാളിയാൽ ഈ പറഞ്ഞ എൻ്റയർ സ്റ്റോറി വേൾഡ് ആ യൂണിവേഴ്സ് പാളുന്നതാണല്ലോ. എങ്ങനെയാണ് ആ സംഗതി പേഴ്സണലി ആ ട്രാൻസ്ഫോർമേഷൻ സംഭവം? അത് ട്രാൻസ്ഫോർമേഷൻ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പഠിക്കുക അങ്ങനെയും ചെയ്തിട്ടില്ല. എൻ്റെ വൈഫ് ചൂണ്ടിക്കാട്ടിയത് ഞാൻ ആ സമയത്ത് 2010 ആ സമയത്ത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ മുല്ല, ഡബിൾസ്, കർമ്മയോഗി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ അഭിനയം കുറച്ച് പോളിഷ് ആകാൻ തുടങ്ങിയത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ആ എഴുത്ത് തന്നെ ഭയങ്കരമായിട്ട്, മലയാളം എനിക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ പോലും ഞാൻ ഇംഗ്ലീഷിലും മംഗ്ലീഷിലുമാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മളിപ്പം ഇപ്പം പല ക്യാരക്ടേഴ്സും കാണുന്നു. എൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സും അവർ ആ സാഹചര്യത്തിൽ ഈ ഡയലോഗ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയണമെന്നൊക്കെ ഓർത്തിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ റൈറ്റേഴ്സും നല്ല ആക്ടേഴ്സ് ആണെന്നുള്ളൊരു തോന്നൽ എനിക്ക്. അത് കറക്റ്റുമാണ്. മിക്കവാറും റൈറ്റേഴ്സിനൊക്കെ നല്ല പോലെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ പേരുകളൊക്കെ പിന്നെ കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. ഇപ്പം ക്യാമറയുടെ മുമ്പിൽ അവർ ഒന്ന് പെർഫോം ചെയ്യുമല്ലോ എന്നുള്ളത്, ഈ ക്രൗഡിൻ്റെ മുമ്പിൽ അത് വേറെ കാര്യം. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ആക്ടേഴ്സ് ഉണ്ട്. അവർ നല്ല ആക്ടേഴ്സ് ആയിരിക്കും എല്ലാ റൈറ്റേഴ്സും. നമ്മൾ എത്ര റൈറ്റേഴ്സിനെ ഇപ്പം അഭിനയിച്ച് കാണുന്നത്. മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയറക്ടർ ടേൺഡ് ആക്ടർ, റൈറ്റർ ടേൺഡ് ആക്ടർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുണ്ടല്ലെങ്കിൽ ലുങ്കി, ഇത് നമ്മുടെ ഒരു ജീവിതത്തിലുള്ളൊരു ഒരു ഡ്രസ്സാണത്. അത് ഭയങ്കര നാച്ചുറൽ ആക്ടിങ്. ഏട്ടൽ ആ കാലത്ത് ശരിക്കും അങ്ങനെ ഒരു റെഗുലർ കയ്യിലേക്ക് കൊടുത്ത് മുണ്ടൊക്കെ അങ്ങനെ പോകുന്ന ആ സമയത്തില്ല. കുറച്ചുകൂടി എക്സിക്യൂട്ടീവ്. അതെ അതെ. ഞാൻ വീട്ടിൽ ഞാൻ മുണ്ട് കൊടുക്കൽ കുറവായിരുന്നു. പക്ഷെ ഞാൻ കൊച്ചിലെ ഈ നമ്മള് അച്ഛനെ കണ്ടിരിക്കുന്നത്, അച്ഛന്മാരൊക്കെ എന്താണ് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലുങ്കി അല്ലെങ്കിൽ മുണ്ട കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങും ആ സമയത്ത്. അതായത് ഞാൻ വലുതായെന്നുള്ളത് ഒരു തോന്നൽ ഉള്ളിൽ തന്നെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊക്കെ ഇതാ ഫോളോ ചെയ്ത്, മുണ്ടെടുത്താൽ അല്ലെങ്കിൽ ലുങ്കി കൊടുത്താൽ ഞാൻ വലുതായെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, മെച്ചോടാ. അതെ. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് 9 ഞാൻ എടുത്തു തുടങ്ങി ലുങ്കി. അച്ഛൻ്റെ പഴയ ലുങ്കിയൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു തുടങ്ങി. അത് ഒന്ന് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോൾ വെച്ച് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പം ഞാനിത് മടക്കി കുത്താണ്ട് ഞാൻ താത്തിട്ടിട്ട് അപ്പോൾ ബോൾഡ് ആവില്ല. മനസ്സിലായില്ലേ? എങ്ങനെ നോക്കിയാലും ബോൾഡ് ആവില്ല. പിന്നെ പിള്ളേരുടെ ലുങ്കി പറിക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ അടിയിൽ മറ്റേ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടാവും. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ലുങ്കി കൊടുത്ത് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഒട്ടും ശീലമില്ലാത്തൊരു സാധനമായിരുന്നില്ല. പിന്നെ മുണ്ടിനെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം. നമുക്ക് ഈ മുണ്ട് കഷത്തി വെച്ച് പ്രോപ്പർട്ടി പോലെ മുണ്ട് മടക്കി കുത്താൻ വേണ്ടി വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാം, ഇങ്ങനെ പിടിച്ചോണ്ട് നമുക്ക് നിൽക്കാൻ കുറേ നേരം, മടക്കി കുത്താം, എന്തൊക്കെയല്ലേ ചെയ്യാൻ പറ്റുന്നത്. മുണ്ടുകൊണ്ട് നമുക്ക് മുഖം തുടയ്ക്കാം, ചെവി ക്ലീൻ ചെയ്യാം. അരോചകമായിരിക്കും ഇതൊക്കെ. പക്ഷേ ഈ പറയുന്നത് ഇപ്പം പലപ്പോഴും ആളുകൾക്ക് ഒരു ആക്ടിങ് പ്രോപ്പർട്ടി പോലെ ഒരു ആക്ടിവിറ്റി ഡ്രിവൺ ആയിട്ട് ചെയ്യണമെങ്കിൽ പെർഫോമൻസിൽ ഗുണം ചെയ്യുന്നുള്ളൊരു സാധ്യത കൂടി ഉണ്ട് അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. പാന്റ് ഇട്ട ആളാണെങ്കിൽ പോക്കറ്റ് കൈയിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ വലിച്ചിടാം. അത് മോണോട്ടോണസ് ആവും ചെയ്യും. ഇരുന്നിട്ടൊന്ന് എണീക്കുമ്പോൾ നമ്മൾ വലിച്ചിടും. അപ്പം അതാണ്, അത് മാത്രമേ നമുക്ക് നാച്ചുറൽ ആക്കാൻ പറ്റുള്ളൂ. ബാക്കി പാന്റ് കൊണ്ട് പ്രത്യേകിച്ച് വേറൊരു സംഗതി ഉണ്ടല്ലോ. ഞാൻ ഈ മുണ്ടിൻ്റെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ചുകൂടി ഒരു കാരിക്കേച്ചർ ഡ്രിവൺ റോൾ നോക്കിയാൽ ഇപ്പോൾ പിന്നെ ഭാസ്കര പൊതുവാളിൻ്റെ കൂടെയുള്ളൊരു ട്രാക്ക് നോക്കിയാലും അബുവിൻ്റെ ട്രാക്ക് നോക്കി കഴിഞ്ഞാലും ഇപ്പം ഭരതനാട്യം വരുന്നു. ഈ പറയുന്ന സിനിമകളിലൊക്കെ ഒരു നാടൻ കഥാപാത്രം, എന്നാൽ നമ്മൾ നാട്ടിൻ പുറത്ത് പോലും ഈ കയ്യിൽ കൊടുത്ത ആളുകളുടെ എണ്ണം കുറയാണല്ലോ ഏജ് ഗ്രൂപ്പിൽ. പക്ഷേ ഇതൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അവിടെയും റിപ്പീറ്റേഷൻ റിസ്ക് ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ അതെന്താ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് എല്ലാം മുണ്ടെടുക്കുന്ന ആൾക്കാരും ചെയ്ത കാര്യങ്ങളാണ് അല്ലേ? ഒരാൾ പോലും മടക്കി കുത്താണ്ടിരുന്നിട്ടില്ലല്ലോ. എല്ലാവരും മടക്കി കുത്തും, മടക്കി കുത്ത് അഴിച്ചിടും അല്ലേ? ഇടയ്ക്ക് ഇവിടെ ടൈറ്റ് ചെയ്യും അല്ലേ?
ഇങ്ങനെ ഒന്ന് എണീറ്റ് മിക്കവാറും ഇരുന്നിട്ട് എണീറ്റ് നിൽക്കുമ്പോഴത്തേക്കുവേ നമ്മളൊന്ന് ഇത് ഊരിട്ട് വെച്ചാൽ ഇതിലൂടെ ലൂസായി കാണും ഈ കുത്ത്. ഇതൊന്നും കോൺഷ്യസ് ആക്ടിവിറ്റി അല്ല. ഇതൊന്നും കോൺഷ്യസ് അപ്പം ഇത് റിപ്പീറ്റേഷൻ വന്നാലും ഇത് വിഷയമല്ല. എന്ന് വെച്ചാൽ ഇത് ബോഡി ലാംഗ്വേജിൽ പെടുന്നതല്ലല്ലോ, ഇത് നമ്മുടെ ഡ്രസ്സുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണത്. അപ്പം മുണ്ടുടുത്താൽ ഈ ആക്ടിവിറ്റിക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിപ്പോൾ നിങ്ങൾ സാധാരണ ഏതൊരാളെയും മുണ്ടെടുത്ത ഒരാളെ ശ്രദ്ധിച്ചു നോക്കിയോ, നിങ്ങൾ ഒരു മണിക്കൂർ ഒരാളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കാണാൻ പറ്റും. മിനിമം ഒരു 3 ആക്ടിവിറ്റി ഞാൻ പറഞ്ഞത് കാണാൻ പറ്റും. ഇത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ റിപ്പീറ്റേഷൻ അതൊരു വിഷയമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം നമ്മൾ ഇപ്പം ചിരിക്കുകയാണ്, ചിരിക്കുന്നതിന് നമുക്ക് ചിരിക്കുന്നതിനല്ലെങ്കിൽ കരയുന്നതിനൊക്കെ നമുക്ക് 2-3 ടൈപ്പ് ചെയ്യാം. ഒന്ന് വളരെ എന്താണ് ചെറിയ രീതിയിൽ ചെയ്യാം, സ്മൈലി വേണം ഇത്, പിന്നെ പല്ല് കാണിച്ചിട്ട് ഇരിക്കാം, പിന്നെ ഹാ എന്ന് വേണ്ടിയിരിക്കാം അല്ലേ. കരച്ചിലും അതേപോലെ തന്നെ. ഇതിൽ കൂടുതൽ നമുക്ക് ചിരിക്ക് വേരിയേഷൻസ് ഒന്നും ഒരു മുഖത്തൊന്നും വരില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞ പോലെയാണ് ഇതൊക്കെ ഈ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാണ്. എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സിനിമയിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്, ഹരിഹരൻ സാർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും മോശമാവാറില്ല, എല്ലാവരും സക്സസ്ഫുൾ ആവും. പക്ഷെ എനിക്കൊരു വലിയ അത് കഴിഞ്ഞിട്ട് കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാരണം ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മോശമാകുമോ. ഡോൺ ബ്രാഡ്മാൻ 99.9 ആണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്, 100 അല്ല. അപ്പോൾ അങ്ങനെ ഹരിഹരൻ സാർ സംഭവിക്കുന്നതൊക്കെ ഇത് ഭയങ്കര ഒരു പ്രഷറാണ് ആക്ച്വലി. അപ്പം ഈ നമ്മൾ സ്ട്രഗ്ലിംഗ് സമയത്ത് ആൾക്കാർ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹരിഹരൻ സാർ കൊണ്ടുവന്ന ആളല്ലേ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടും. അപ്പോൾ ഇത് അവർ മോട്ടിവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ആദ്യം സമ്മർദ്ദമാണ്. അതെ അതെ അതെ